ഈ പറയുന്ന കാര്യം നിങ്ങൾ ആരും നിങ്ങളുടെ ബിസിനസ്സിൽ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് മുതൽ ഈ പറയുന്ന കാര്യം നിങ്ങളുടെ ബിസിനസ്സിൽ ചെയ്യേണ്ടത് വളരെ നിർബന്ധമാണ്. അങ്ങനത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ ഈ അടുത്ത് ഒട്ടുമിക്ക ബിസിനസ് ഓണേഴ്സിനോടും സംസാരിച്ച സമയത്ത് അവരുടെ നിന്നൊക്കെ കളക്ട് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദ ആളുകളും എല്ലാ ബിസിനസ്സുകാരും അവര് ഒന്നാമത്തെ കാര്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ ഒരു വർഷത്തേക്ക് നമുക്ക് നമ്മുടെ ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ, നമ്പർ 1. ഇനി അഥവാ നമ്മൾ ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ബഡ്ജറ്റിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മളൊരു കണ്ടിജൻസി എന്ന് പറയുന്ന രീതിയിൽ ഒരു കണ്ടിജൻസി പ്ലാനിങ്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഈ ഞാൻ IT ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് നമ്മുടെ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിലൊക്കെ നമ്മൾ പറയാറുണ്ട് കണ്ടിജൻസി പ്ലാനിങ് എന്ന്. നമ്മൾ എന്ത് എസ്റ്റിമേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ഒരു 3% കണ്ടിജൻസി പ്ലാനിങ് ഇടും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ഇഷ്യൂസ് വരികയാണെങ്കിൽ, പ്ലാനിങ് ഫോർ അൺപ്ലാൻഡ് നമ്മൾ പറയാം, അങ്ങനത്തെ ഇഷ്യൂസ് വരികയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള റിസർവ് ആയിട്ടാണ് നമ്മൾ അത് പ്ലാൻ ചെയ്യുക. അതേപോലെ തന്നെയാണ് നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ വിചാരിച്ച പോലെ നമ്മളൊരു വർഷത്തേക്ക് ബഡ്ജറ്റ് പ്ലാൻ ചെയ്തു, എവറി മന്ത് നമുക്ക് ഇന്ന എമൗണ്ട് വരും, ഇത്രയാണ് നമുക്ക് റിസീവബിൾ, ഇത്രയാണ് നമ്മൾ പേയബിൾ, നമ്മുടെ റിസീവബിൾസും പേയബിൾസും ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിൽ പേയബിൾസ് എല്ലാം ചെയ്ത് നമ്മൾ പോകുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കും. പക്ഷേ ഈ പ്ലാനിങ്ങിനെ എല്ലാം എന്താ പറയാ തട്ടി മാറ്റിക്കൊണ്ടായിരിക്കും ചില അൺപ്ലാൻഡ് ഇവന്റ്സ് നമുക്ക് വരെ. ഇപ്പൊ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ നമ്മൾ ആരെങ്കിലും പ്ലാൻ ചെയ്തതാണോ? ഇല്ല. അപ്പോൾ നമ്മുടെ അതുകൊണ്ടുണ്ടായ പ്രശ്നം എന്താണ്? ഒട്ടുമിക്ക ബിസിനസ് ഓണേഴ്സും അവരവരുടെ എംപ്ലോയീസിന് സാലറി കൊടുക്കാൻ വേണ്ടി ഓടുകയാണ്, അവരവരുടെ സപ്ലൈസിന് പൈസ കൊടുക്കാൻ വേണ്ടി ഓടുകയാണ്, അവരുടെ റെന്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഓടുകയാണ്. അവരെല്ലാം ബിസിയാണ്. പിന്നെ ദേ വിൽ നോട്ട് ഗെറ്റ് എ സിംഗിൾ മിനിറ്റ് ടു വർക്ക് ഓൺ ദെയർ ബിസിനസ് ഓർ വർക്ക് ഓൺ ദ ഗ്രോത്ത് പ്ലാൻ ഓഫ് ദെയർ ബിസിനസ്. ബിസിനസ്സിൽ ഗ്രോത്ത് ഇല്ല എന്ന് മാത്രമല്ല, ഈ ഒരു ബിസിനസ് ഓണറുടെ എനർജിയും സമയവും മൊത്തം അവർ സ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയെങ്കിലും ആ ഒരു മാസം കഴിഞ്ഞു പോകാനുള്ള കാശ് എവിടെന്നെങ്കിലും ഉണ്ടാക്കുക എന്നുള്ള ഒരു സ്ട്രഗ്ലിംഗ് പ്രോസസ്സിലായിരിക്കും അദ്ദേഹം ഉണ്ടാവുക. അതുകൊണ്ട് ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാ ബിസിനസ് ഓണേഴ്സിനോടും പറയാനുള്ളത്, നമ്മുടെ ബഡ്ജറ്റിൽ നമുക്ക് ഒരു 1 മന്ത് അല്ലെങ്കിൽ 2 മന്ത്സിലേക്കുള്ള ഒരു കണ്ടിജൻസി പ്ലാനിങ് നമ്മൾ ഇടണം. നമുക്ക് പേബിൾസ് റിസീവബിൾസ് ഒന്നും വന്നിട്ടില്ലെങ്കിലും പേബിൾസ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ വാലിഡേറ്റ് ചെയ്യുക. അങ്ങനെ നമ്മളൊരു ബിസിനസ് പ്ലാൻ ചെയ്ത് ഒരു ബഡ്ജറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇങ്ങനെ വരുന്ന ഓരോ പ്രശ്നങ്ങളൊന്നും നമ്മുടെ ബിസിനസിനെ അഫക്ട് ചെയ്യില്ല. കാരണം ബിക്കോസ് യു ഓൾറെഡി പ്ലാൻഡ് ഇറ്റ് ആൻഡ് യു വിൽ ഹാവ് മണി ഫോർ ദാറ്റ് വൺ ആൻഡ് ദെൻ യു ക്യാൻ യൂട്ടിലൈസ് യുവർ ടൈം. നിങ്ങളുടെ ആ സമയവും നിങ്ങളുടെ എഫേർട്ടും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസിനെ ആ ഒരു പ്രശ്നം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാക്കി മാറ്റാൻ പറ്റും. സോ എവറി ബിസിനസ് ഓണേഴ്സ്, when you are planning your budget, so make sure that you are planning for unplanned one. Myself Suhas Chapali, I am an international business coach and profit strategist. I help service business owners to grow their profit. If you are facing an issue in your service business, do let me know, and next time I will come with a very valuable video. Till then, bye bye.